പടച്ചവനെ, നിന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ ആശമുറിഞ്ഞവനായിട്ടില്ല അല്ലാഹ്, പരാജയപ്പെട്ടു പോയിട്ടില്ല അല്ലാഹ്. എന്റെ സങ്കടം വഇന്നീ ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി അഖിറാ ഫഹബ് ലീ മിൻ ലദുൻക വലിയാ. ഞാൻ ഭയപ്പെടുകയാണ്, എനിക്ക് എന്റെ ഭാര്യ പ്രസവിക്കാത്ത പെണ്ണാണ്, എനിക്കാണെങ്കിൽ പ്രായാധിക്യം വന്നിട്ടുണ്ട്, എന്റെ ശേഷം ഒരു അനന്തരാവകാശിയില്ലാത്തതിനെ ഞാൻ ശക്തമായും ഭയപ്പെടുന്നു അല്ലാഹ്. അതുകൊണ്ട് നീ എനിക്കൊരു അനന്തരാവകാശിയായ മകനെ നൽകണം. യരിസുനീ വയരിസു മിൻ ആലി യഖൂബ് വജ്അൽഹു റബ്ബി റളിയാ. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രായാധിക്യമുള്ള സമയത്തുള്ള ദുആ, പടച്ചവനെ എനിക്കും ആലി യാഖൂബിനും അനന്തരമെടുക്കുന്ന ഒരു നല്ല മകനെ, വജ്അൽഹു റബ്ബി റളിയാ, ഒരു മകനെ കിട്ടിയാ പോരാ, ആ മകനെ നീ ഇഷ്ടപ്പെടുന്ന ഒരു മകൻ, നീ പൊരുത്തപ്പെടുന്ന ഒരു കുട്ടിയെ തരണം അല്ലാഹ്. മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ, സക്കരിയ നബി അല്ലാഹ് വിളിക്കുന്നു, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ ലം നജ്അൽഹു ലഹു മിൻ ഖബ്ലു സമീയാ. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹ് വിളിച്ചിട്ട് പറയുന്നു, നിനക്ക് ഞാനൊരു കുട്ടിയെ തരുന്നു, ആ കുട്ടിന്റെ പേര് അല്ലാഹ് തന്നെ പറയുന്നു യഹ്യാ. യഹ്യ എന്ന് നാം ഇതിനു മുമ്പ് പേര് വെച്ചിട്ടില്ല. ആദ്യമായി യഹ്യ എന്ന് പേരുള്ള ഒരു കുട്ടിയെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. പേര് തരെ അല്ലാഹ് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഈ സൂറത്തിന്റെ തുടക്കം ഈ വിഷയം ഗൗരവത്തിൽ പരിശുദ്ധ ഖുർആൻ അങ്ങനെ ചർച്ച ചെയ്തു പോകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന് യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊടുത്തതിനെ സംബന്ധിച്ച്, ഒരു മകനെ കൊടുത്തതിനെ സംബന്ധിച്ചിട്ടുള്ള തുടക്കം ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. അങ്ങയുടെ രക്ഷിതാവിന്റെ അടിമക്ക് സക്കരിയാക്ക് നല്ല ഒരു കുട്ടിയെ കൊടുത്ത്, ഒരു റഹ്മത്ത് കൊടുത്തതിന്റെ ചർച്ച കണ്ടോ നിങ്ങൾ? ആ റഹ്മത്ത് ആരാണ്? അത് നബിയുല്ലാഹി യഹ്യ അലൈഹിസ്സലാം. ഒരു മകൻ ജനിക്കുക എന്ന് പറയുന്നത് വലിയൊരു റഹ്മത്താണെന്ന് ചുരുക്കം. വലിയൊരു സംഭവമാണ് ഒരു മകൻ ഉണ്ടാവുക എന്നത്. അത് ആ കോലത്തിൽ തന്നെ ആവുകയും വേണം. അതേ സമയത്ത് പരിശുദ്ധ ഖുർആൻ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ മക്കൾ നാശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്.